നിങ്ങൾ ഒരിക്കലും ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വെച്ചിട്ട് കബളിപ്പിക്കപ്പെടണം. ഷുഡിൻ ചീറ്റ്. നിങ്ങൾ അറിയുക എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ്, എന്താണ് അവിടെ നടക്കുന്നത്, എവിടെ നമുക്ക് ജോലി കിട്ടും, എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം ജോലി കിട്ടാൻ, അതെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിച്ചുകൂടെ? കന്യാകുമാരി തുടങ്ങി കാസർഗോഡ് വരെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു പുതിയ ട്രെൻഡ് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ അവിടെയുണ്ട്, നമ്മൾ പരസ്യമൊന്നും ചെയ്യാണ്ട് നമ്മൾ ഇവിടെയുണ്ട്, നമ്മൾ എറണാകുളത്തുണ്ട്. നമുക്ക് കിട്ടാവുന്ന ഒരു വർഷം നമ്മളൊരു 100 കുട്ടികൾ അല്ലെങ്കിൽ 60 കുട്ടികൾ 80 കുട്ടികൾ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം അവരെല്ലാവർക്കും മൾട്ടിപ്പിൾ ഇന്റർവ്യൂ കൊടുക്കും. നമ്മൾ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് കൊടുക്കുമെന്ന് പറയില്ല, ഇന്റർവ്യൂ കൊടുക്കും. പക്ഷെ അവർ 90% സക്സസ്ഫുൾ ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഈ എക്യുപ്മെന്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഒരാഴ്ചയെങ്കിലും പോയി കാണണോ? തീർച്ചയായിട്ടും കാണണം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ ഇപ്പൊ അത് ചിരിക്കുന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മുടെ മലയാളികൾ തന്നെയാണ്. നിങ്ങൾക്കൊരു ജോലി വേണം, നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കണം, നിങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്താണെന്ന്. ഇപ്പൊ നമ്മുടെ മലയാളികൾ എല്ലാവരും, ഞാൻ കുറ്റം പറയുന്നില്ല ആരെയും, ഷോർട്ട് കട്ട് 3 മാസം കൊണ്ട് 5 വർഷം കൊണ്ട് പഠിക്കണത് 3 മാസം കൊണ്ട് പഠിച്ച് എനിക്ക് ജോലി കിട്ടുമെന്നാണ് പറയണത്. വാട്ട് ഈസ് എക്സ്പ്ലോറേഷൻ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ, വാട്ട് ഈസ് വെൽ ഇന്റർവെൻഷൻ, വാട്ട് ഈസ് വർക്ക് ഓവർ. നിങ്ങൾക്ക് ഈ 4 ബേസിക് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പല സ്ഥലത്ത് ജോലി മേടിച്ചു തരാം. ക്രൂഡ് ഓയിലിനെ പറയുന്നത് ബ്ലാക്ക് ഗോൾഡ് ആണ്. വേൾഡ് എക്കണോമിക്സ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ഇപ്പൊ അത് ഗോൾഡിലോട്ട് മാറിയെന്ന് മാത്രം. അപ്പൊ ഈ ക്രൂഡ് ഓയിലാണ് വേൾഡിലെ ലോകത്ത് യുദ്ധങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് സംരംഭകരെ പരിചയപ്പെടുത്തിയിട്ടുള്ള വേദിയാണ് സ്പാർക്ക്. ഇത്തവണ ഒരു സ്പെഷ്യൽ സംരംഭകനാണ്, ഒരു വൈപ്പിൻകരക്കാരനാണ്, ജോയ് വർഗീസ്. ഒട്ടനവധി രാജ്യങ്ങൾ സഞ്ചരിച്ച് ആ രാജ്യങ്ങളിലെ അനുഭവ സമ്പത്തുകളെല്ലാം കൈമുതലാക്കിയ ഒരു സംരംഭകൻ. ഒടുവിൽ റിഗ്ടെക് എന്ന പേരിൽ എറണാകുളത്ത് പുതിയൊരു സ്ഥാപനം. 2009 ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ അത്ഭുതം കുറിച്ച റിഗ്ടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സാരഥി കൂടിയാണ് ഇന്ന് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്പാർക്കുള്ള ഒരു വലിയ കഥ കേൾക്കാം ഇന്ന് നമുക്ക്. നമസ്കാരം ജോയ് വർഗീസ്, സ്പാർക്കിന്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. വൈപ്പിൻകരക്കാരനാണ്, കൊച്ചി ഭാഷയാണ്, രൂപത്തിലും ഭാവത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് വൈപ്പിൻകരയിൽ നിന്നുള്ള ജീവിതം തുടങ്ങുന്നത്? വൈപ്പിൻകര ഞങ്ങളൊരു ആവറേജ് ബിസിനസ് ഫാമിലിയാണ്. ഫിഷ് ഓയിൽ ബിസിനസ് ആണ് എൻ്റെ ഫാദർ. ഓൾമോസ്റ്റ് 60 years ബിസിനസ്സാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു സാധാരണക്കാർ ഒരു ബിസിനസ് പരമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഗ്രാജുവേഷൻ കഴിയുന്നു, ബികോം കഴിയുന്നു. അപ്പോൾ നമ്മുടെ ഒരു രണ്ടാമത്തെ ബ്രദർ ഒരു ഡ്രൈ ഫിഷ് കമ്പനി തുടങ്ങുന്നു, ഒരു ചെറിയ യൂണിറ്റ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്നു. അപ്പം എൻ്റെ ബ്രദർ പറയുന്നു, അന്ന് നീ ഇത് നടത്തൂ എന്ന് പറയുന്നു. അപ്പം ഞാൻ എൻ്റെ ഏകദേശം ഒരു 20 വയസ്സിൽ 90s അത് എടുക്കാനായിട്ട് ഒരു ഡിപ്ലോമ മാനേജ്മെൻറ്റ് പഠിക്കുന്നു, എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് പ്രൊജക്ട് സബ്മിഷൻ എല്ലാമൊക്കെ ആകുമ്പോൾ എൻ്റെ മൂത്ത ബ്രദർ അബുദാബിയിലുണ്ട്, ഓയിൽ ഫീൽഡിലുണ്ട്. സ്ലംബർജർ, ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് സ്ലംബർജർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക്. അപ്പോൾ പുള്ളിക്ക് ഒരു വിസ കിട്ടി, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ 92-93 ഞാൻ അബുദാബി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ലൈൻ ലോഗിങ്ങിൽ ജോയിൻ ചെയ്യുന്നു. വൈപ്പിനോട് താൽക്കാലികപരമായിട്ട് ഒരു ഇമോഷണൽ വിട പറഞ്ഞുകൊണ്ട് എൻ്റെ 22-23 വയസ്സിൽ ഞാൻ 92-93 കാലഘട്ടത്തിൽ അബുദാബി സ്ലംബർജറിൽ ജോയിൻ ചെയ്യുന്നു, ലോഗിങ് ഓപ്പറേറ്റർ ലെവൽ 1. അങ്ങനെയാണ് ജോലി. എന്തായിരുന്നു സാലറി? ഭയങ്കര കൂടുതലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ 92-93 ഒക്കെ നമ്മളൊരു ഓവർ ടൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5,500 ദിർഹംസ്. അന്നൊക്കെ സ്വർണത്തിന് 2,800 രൂപയാണ് പവന് വില. അപ്പൊ ഇന്നത്തെ ഒരു 20 പവനൊക്കെയാണ് അന്നത്തെ ഒരു മാസത്തെ ശമ്പളം. അങ്ങനെ അവിടെ എത്തി. അവിടെ നിന്ന് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്? അറിഗിൽ എങ്ങനെയാണ് പോകുന്നത്? അബുദാബി എന്ന് പറയുന്നത് early 90s അബുദാബി വാസ് ലൈക്ക് എ ഹെവൻ. അബുദാബിയിൽ ഒരു ചെന്ന് എത്തപ്പെടുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തോട്ടാണ് പോകുന്നത്. അബുദാബിയുടെ പൈസയാണത്, പക്ഷെ ദുബായാണ് കമേഴ്സ്യൽ സിറ്റി എന്ന് പറയുന്നത്. UAE അബുദാബിയാണ് റിച്ച് സ്റ്റേറ്റ്, ദുബായ് കമേഴ്സ്യലാണ്. അപ്പൊ അബുദാബി എന്ന് പറയുന്നത് അതും ലോകത്തെ ഏറ്റവും നല്ല കമ്പനിയിൽ ഓയിൽ ആൻഡ് ഗ്യാസിലെ ഏറ്റവും നല്ല ഓയിൽ ഫീൽഡിൽ ലോഗിങ്ങിൽ അത് ഏറ്റവും ടോപ്പ് കമ്പനിയിൽ ഏറ്റവും ടോപ്പ് ഡിവിഷനിൽ ജോലി കിട്ടാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സെലിബ്രിറ്റി മൂഡാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ഓപ്പറേറ്ററായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്ന എഞ്ചിനീയേഴ്സ്, മാനേജേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അന്നൊരു ഗ്രാജുവേറ്റ് ഒരു ഓപ്പറേറ്ററായിട്ട് തുടങ്ങുന്നു എന്ന് പറയുന്നത് അത് കോമൺ അല്ല.
അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ് സാറിന് ഒരു ഓപ്പറേറ്റർ തുടങ്ങുന്നത്. പക്ഷെ പൈസ ഭയങ്കര കൂടുതലാണ്, അവിടെ എത്താനും ഭയങ്കര പാടാണ്. എനിക്ക് എൻ്റെ ബ്രദർ ഉള്ളതുകൊണ്ട് ജോലി കിട്ടി, പെട്ടെന്ന് കയറി പോകാൻ പറ്റി. കയറി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ലെവൽ 1, 2, 3, 4, 5 5 ലെവലാണ്. ഈ 5 ലെവലാകുമ്പോൾ നമ്മൾ ചീഫ് ഓപ്പറേറ്റർ ആവും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒരു സെലിബ്രിറ്റി മൂഡായി. ഒരു ചീഫാണ്, ഒരു ജോബിനെ നമ്മൾ ഓപ്പറേഷൻ സൈഡ് നമ്മൾ കൊണ്ടുപോകുന്ന ആളാണ്. എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അവിടെ എത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു കുറെ മലയാളികൾ, കുറെ പാകിസ്ഥാനികൾ, വേറെ രാജ്യക്കാരാകുമ്പോൾ നമുക്ക് ഒരു കൺവീനിയൻറ്റ് സ്പേസ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മളുടെ എന്ന് പറയുന്നത് റൊട്ടേഷൻ അല്ല, ഇയർലി ലീവാണ്. ഫാമിലിനെ കൊണ്ടുപോകാം, ഫാമിലി അവിടെ വന്നു, കല്യാണം കഴിക്കുന്നു, ഫാമിലി അവിടെ വരുന്നു. പിന്നെ നമ്മൾ റൊട്ടേഷൻ ആഗ്രഹിക്കുന്നു. 1 മാസം ജോലി, 1 മാസം അവധി. അതിന് വേണ്ടിയിട്ട് അബുദാബി സ്റ്റാഫായിട്ട് കാര്യമില്ല, ഇന്റർനാഷണൽ സ്റ്റാഫാകണം. അങ്ങനെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ദുബായിൽ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇന്റർനാഷണൽ സ്റ്റാഫായിട്ട് ഒരു ഫ്രഞ്ച് കമ്പനിയിൽ ജിയോ സർവീസസിൽ കയറുന്നു. ഫ്രഞ്ച് കമ്പനിയുടെ ഭാഗമാണ്. അങ്ങനെയാണ് ഞാൻ ലിബിയ, അന്ന് എംബാർഗോ, ലോക്കർബി എല്ലാം കഴിഞ്ഞു, ലിബിയ വീണ്ടും പഴയ പ്രതാപത്തിലോട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഗദ്ദാഫിയുടെ ലിബിയയിലോട്ട് ഞാൻ 98, 99 കാലഘട്ടത്തിനകത്തോട്ട് ലിബിയയിലോട്ട് പോകുന്നു, ട്രിപ്പോളി. എങ്ങനെയുണ്ടായിരുന്നു ലിബിയ? ലിബിയ വാസ് വെരി ഫൺ എന്ന് പറയുന്നത് അതും വേറെ രസമാണ്. അന്ന് ഫ്ലൈറ്റ് ഒന്നും മര്യാദയ്ക്ക് എമിറേറ്റ്സിന്റെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. മാൾട്ടയിൽ ചെല്ലണം, മാൾട്ടയിൽ നിന്ന് പിന്നെ ഷിപ്പിൽ ട്രിപ്പോളിലോട്ട് പോകണം. അവിടെ ചെല്ലുന്നു, പിന്നെ അവിടുത്തെ വേറൊരു അറ്റ്മോസ്ഫിയർ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഐ എവർ സീൻ ഇൻ മൈ ലൈഫ്. Libya was one of the best place I ever spent my life. Why? In all 16 countries I have traveled. 16 വർഷം ഞാൻ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ലിബിയ. കാലാവസ്ഥ, ഭക്ഷണം, അവിടുത്തെ ആളുകൾ, നോർത്ത് ആഫ്രിക്കൻ കൾച്ചർ, റിച്ച് കൺട്രി. അതിന് പിന്നെ പൊളിറ്റിക്കൽ അത് പല ഇഷ്യൂണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗദ്ദാഫി മരിച്ചതൊക്കെ. അവിടെയാണ് ലൈഫിൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങുന്നത്. ഞാനൊരു ഫ്രഞ്ച് കമ്പനിയിൽ 2 ലോഗിങ് യൂണിറ്റിന്റെ ഇൻചാർജ് ആയിരുന്നു. വലിയ സാലറി ഒക്കെ കിട്ടി. അന്നാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് സാലറിയിലോട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ നമ്മൾക്ക് ഹോം സിക്നസ് വീണ്ടും വരുന്നു, കുട്ടികളാവുന്നു, നാട്ടിലോട്ട് 1 മാസം ജോലി 1 മാസം അവധി പറ്റുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ട്രെയിനിങ്ങിലോട്ട് പോയി, കൺസൾട്ടൻസിലോട്ട് പോയി. ആ ട്രെയിനിങ് ഡെവലപ്പ് ചെയ്ത് നാട്ടിൽ സ്ഥിരമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിടെക്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബിസിനസ് ഞാൻ ചെയ്തു, അത് സക്സസ് ആയില്ല, പൊട്ടിപ്പാളീസായി. അത് കഴിഞ്ഞിട്ട് 2009 നമ്മൾ റിടെക് എന്നും പറഞ്ഞു. അന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് ഇവിടെ ആരും തുടങ്ങിയിട്ടില്ല, ഇന്ത്യയിൽ തന്നെ തുടങ്ങിയിട്ടില്ല. ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയത് 3 പ്രൊഫഷണൽസാണ്. ഒന്ന് ഞാൻ, ഒന്ന് പെട്രോ ടാലന്റ്, ഒന്ന് പെട്രോടെക്. അവർ 3 ഗ്രൂപ്പും ഓൾറെഡി എന്നെ പോലെ തന്നെ പ്രൊഫഷണൽസ് ആണ്. പക്ഷെ അവർ രണ്ടും പൂട്ടിപ്പോയി, ഞാൻ പിടിച്ചു നിന്നു. കാരണം ഈ പ്രൊഫഷണൽസിന് ഒരു കുഴപ്പമുണ്ട്. ഇന്റർനാഷണൽ ജോലി ചെയ്ത പ്രൊഫഷണൽസിന് അവർക്ക് ഇതുപോലെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് അവരെടുക്കുന്ന കുറച്ച് കഴിവുള്ള കുട്ടികൾ എടുത്തിട്ട് അവരെ പ്ലേസ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കത്തുള്ളൂ, അത് ബിസിനസ് ആവില്ല. അങ്ങനെ അവർ പൂട്ടിപ്പോയതാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവർ പൂട്ടി. നല്ല കമ്പനിയായിരുന്നു, രണ്ടും നല്ല കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2012 ഒക്കെ ആയപ്പോഴേക്കും കന്യാകുമാരി തുടങ്ങി കാസർഗോഡ് വരെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു പുതിയ ട്രെൻഡ് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ അവിടെയുണ്ട്, നമ്മൾ പരസ്യമൊന്നും ചെയ്യാണ്ട് നമ്മൾ ഇവിടെയുണ്ട്, നമ്മൾ എറണാകുളത്തുണ്ട്. നമുക്ക് കിട്ടാവുന്ന ഒരു വർഷം നമ്മളൊരു 100 കുട്ടികൾ അല്ലെങ്കിൽ 60 കുട്ടികൾ 80 കുട്ടികൾ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം അവരെല്ലാവർക്കും മൾട്ടിപ്പിൾ ഇന്റർവ്യൂ കൊടുക്കും. നമ്മൾ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ്മെന്റ് കൊടുക്കുമെന്ന് പറയില്ല, ഇന്റർവ്യൂ കൊടുക്കും. പക്ഷെ അവരിൽ 90% സക്സസ്ഫുൾ ആണ്. വലിയ കമ്പനിയിൽ എടുത്തു പോയി, അവർ രക്ഷപ്പെട്ടു പോയി. അവരൊന്നും പിന്നെ നമ്മളെ തിരിഞ്ഞു പോകത്തില്ല. പക്ഷെ അവരൊക്കെ വലിയ റിച്ച് ലെവലിലോട്ട് അവർ പോകും. പക്ഷെ എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പൊ 16 years എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇന്ന് വലിയ മാനേജർമാരാ. പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എയർപോർട്ടിൽ വെച്ച് കാണാറുണ്ട്. അപ്പം നമുക്കൊരു എത്തിക്സോടുകൂടി നമ്മൾ പോകുമ്പോൾ ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഓയിൽ ഫീൽഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ഏരിയയാണ്. ഓയിൽ ഫീൽഡ് 3 തിരിക്കുകയാണ്. ഒന്ന് അപ്സ്ട്രീം, ഒന്ന് മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം. മൂന്നായിട്ട് തിരിക്കാം. അപ്സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ റിഫൈനറിയാണ്. ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന വലിയ ഇൻഡസ്ട്രിയാണ് നമ്മുടെ BPCL കൊച്ചി മാതിരി അല്ലേ. 2 പ്രോസസ്സിങ് ആൻഡ് ലോജിസ്റ്റിക് ആണ്. സപ്ലൈ ചെയിനൊക്കെ അതിനകത്താണ് വരുന്നത്. അപ്പൊ അത് ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിട്ട് പല വെല്ലിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിലിനെ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി ഈ കസ്റ്റമേഴ്സിന് അടുത്ത് ബേസിക് ഒരു ശുദ്ധീകരണ പ്രക്രിയ അവിടെ നടത്തുന്നു. അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പ്രോസസ്സിങ്ങിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ക്രൂഡ് ഓയിൽ നല്ല ക്വാളിറ്റിനെ കൊണ്ടുവന്നിട്ട് റിഫൈനറിലോട്ട് ക്ലയൻസിലോട്ടും എത്തിക്കുക. ഈ ഏരിയയും ഈ റിഫൈനറി ഏരിയയും ഭയങ്കര വലിയ ഏരിയയാണ്.
ഒരുപാട് പേര് പണിയെടുക്കുന്ന ഒരുപാട് പണിയെടുക്കുന്ന മെയിൻ്റനൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസിൽ കൊണ്ടമാനം ജോലി സാധ്യതയുള്ള ഏരിയയാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ദറ്റ് മെയിൻ ഏരിയ. അതല്ല മെയിൻ ഏരിയ. അപ്പൊ മിഡ് സ്ട്രീമും ഡൗൺ സ്ട്രീമും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അപ്സ്ട്രീം വേണം. അപ്സ്ട്രീം എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ്. ഈ എക്സ്പ്ലോറേഷന്റെ ആദ്യത്തെ ഒരു സർവേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വെല്ല് കുഴിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വെല്ല് കുഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ ഡ്രില്ലിംഗ് റിഗ് എന്ന് പറയുന്നത്. ആദ്യമേ ഇത് കുഴിക്കണം, അത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെൽ കൺട്രോൾ ചെയ്ത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ, വലിയൊരു മെഷീനാണ് ഡ്രില്ലിംഗ് റിഗ്. നമുക്കറിയാം ഇവിടെ ബോർവെല്ലൊക്കെ കുഴിക്കണ റിഗ് പോലെ അതിന് വലിയ 450 ടൺ വരെയുള്ള റിഗ് ഉണ്ട്. ഈ റിഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. മലയാളികൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ അറിയാവുന്നത് കൊണ്ടും കണ്ടമാനം ഗൾഫിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ടും റിഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് പിള്ളേർ പോയി ഇങ്ങനെയുള്ള കോഴ്സിന് പോയി ചേരുന്നത്. പക്ഷെ അവിടെ ഡ്രില്ലിംഗ് റിഗ് എന്ന് പറയുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 2013 ഞങ്ങൾ ആരംഭിച്ച് 2015 അവിടെ പ്രാക്ടിക്കൽ സെന്റർ ആരംഭിച്ചിട്ട് 2015 സത്യമംഗലം തമിഴ്നാട്ടിൽ ഞങ്ങളുടെ റിക്ടെക്കിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 5 ഏക്കർ സ്ഥലത്ത് ഡ്രില്ലിംഗ് റിഗും 2 വെല്ലും വെച്ച് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. ONGC കഴിഞ്ഞ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ടയർ 1 നിൽക്കുന്നത്. അവിടുത്തെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് സത്യമംഗലം എന്ന് പറയുന്ന അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതൊരു ഡമ്മി ഫോം ആണ്, ഒറിജിനൽ ഫോം? ഒറിജിനൽ ലൈവ് ആണത്. അവിടെ ഈ കേരളത്തിലുള്ള 19 ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പേര് പറയുന്നില്ല, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പിള്ളേർക്ക് മാത്രമേ നമ്മൾ ട്രെയിനിങ് ബാക്കി ആരും നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടില്ല. കാരണം നമുക്ക് ആ എത്തിക്സിനോട് ചേരുന്നില്ല ആ ഒരു രീതി. പക്ഷെ നമ്മുടെ രീതിയായിട്ട് അങ്ങോട്ട് പോകുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ മാസവും 10 ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് പിള്ളേർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അവർ മാത്രം നമ്മൾ കൊടുക്കും. നമ്മുടെ കുട്ടികൾ ഒരു വർഷത്തിൽ ഒരു 100 പേരെ നമ്മൾ എടുക്കും. 2 സെക്ഷനായിട്ട്, എഞ്ചിനീയറിംഗ് വേറെ ഡിവിഷൻ. ഇപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ്സ് നമ്മൾ റിഗേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കുറെ എൻക്വയറി വന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഈ ഫസ്റ്റ് ടയറിലാണ് നമ്മൾ ഇന്റർവ്യൂസ് എല്ലാം കൊടുക്കുന്നത്. അതെ. നമ്മളുടെ അടുത്ത് വന്നിട്ട് 3 മാസവും 4 മാസവും ഈ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസും അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യൂ. ഇതിനകത്ത് നമ്മൾ 3 തിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്ന് എഞ്ചിനീയറിംഗ് സൈഡ്, ഓക്കെ, ഒന്ന് ടെക്നിക്കൽ സൈഡ്, 3 നമ്മൾ പറയും ലേബർ എന്ന് പറയും. പക്ഷെ ഇന്റർനാഷണൽ ലേബർ എന്ന് പറയില്ല, റിഗേഴ്സ് എന്ന് പറയുള്ളൂ. ഇതിലെ ബിഗിനർ സ്റ്റാർട്ടർ. അതിപ്പോ എഞ്ചിനീയർ ആയാലും ആ ഒരു ബിഗിനർ എന്നുള്ള ലെവൽ കഴിഞ്ഞിട്ട് പോകണം. അപ്പൊ നമുക്ക് ഓയിൽ ഫീൽഡിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ലെവല്, ടെക്നീഷ്യൻ ലെവല്, ഓപ്പറേറ്റർ ലെവൽ, അല്ലെങ്കിൽ റിഗർ ലെവൽ എന്ന് പറയും. ഞാനൊക്കെ റിഗർ ലെവലായിട്ടാണ് തുടങ്ങിയത്, ഇവൻ ഗ്രാജുവേറ്റ് ആയാൽ പോലും. അപ്പൊ ഈ 3 സെക്ഷനും അപ്സ്ട്രീമിലുമുണ്ട്, മിഡ് സ്ട്രീമിലുമുണ്ട്, ഡൗൺ സ്ട്രീമിലുമുണ്ട്. അപ്പോൾ സെലക്ഷൻ ഓഫ് ദ ഏരിയ, എവിടെ ഞാൻ ജോലി ചെയ്യണം, എന്ത് പഠിച്ചാലാണ് എനിക്ക് ഗുണം കിട്ടുന്നത്, എന്ത് പഠിച്ചാലാണ് എനിക്ക് റൊട്ടേഷൻ കിട്ടുന്നത്, ഞാൻ എങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടേ. ഓയിൽ ആൻഡ് ഗ്യാസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഈ എക്യുപ്മെന്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഒരാഴ്ചയെങ്കിലും പോയി കാണണോ? തീർച്ചയായിട്ടും കാണണം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ ഇപ്പൊ അത് ചിരിക്കുന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മുടെ മലയാളികൾ തന്നെയാണ്, നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. ഒന്നും അറിയാണ്ട് പോയിട്ട് എന്തിലെങ്കിലും പോയി ചാടുക. ഇന്ന് ഞാൻ അറിഞ്ഞത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 3 ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു, 3 റിഗുമായി ബന്ധപ്പെട്ട മേഖലയാണ്. എനിക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ സാലറി കിട്ടുക? അവിടെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സാലറി കിട്ടുന്നത് എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നിങ്ങൾ ഹൈ സാലറി പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കൊരു സാലറി ഓയിൽ ഫീൽഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഓയിൽ ഫീൽഡിലാണെങ്കിൽ അത് അപ്സ്ട്രീമിലാണ്. എവിടെയാണ്? അപ്സ്ട്രീമിലാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മളെ കേൾക്കുന്നവർക്കൊന്നും ഓയിൽ ഫീൽഡ് പ്രൊഫഷണൽസിന് മനസ്സിലാവും. പല മലയാളികളും ആ ഒരു പോസ്റ്റിലുണ്ട്. ജസ്റ്റ് ലൈക്ക് ഫിഷിംഗ് എഞ്ചിനീയർ, കംപ്ലീഷൻ എഞ്ചിനീയർ, ഡയറക്ഷണൽ ഡ്രില്ലർ, ലോഗിംഗ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റർ, ക്രൂ ചീഫ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ ലൈൻ ലോഗിംഗ്, വെൽ ടെസ്റ്റിംഗ്, സ്ലിക്ക് ലൈൻ, MWD, LWD, ഇതൊന്നും കേരളത്തിലുള്ള ഒരു കുട്ടികൾക്ക് അറിയില്ല എക്സെപ്റ്റ് റിക്ടെക്. അപ്പോൾ ഒരു 20 സെക്ഷൻ ഉണ്ട് അപ്സ്ട്രീമിൽ. അതായത് ഒരു ഓയിലും ഗ്യാസും, നാച്ചുറൽ ഓയിൽ ആൻഡ് ഗ്യാസ്, ഹൈഡ്രോ കാർബൺ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്, സീസ്മിക് സർവേ എന്ന് പറയുന്നത്. അവിടെ തുടങ്ങി എക്സ്പ്ലോറേഷൻ. പിന്നെ ഇവാലുവേഷൻ ആണ്, ഇവാലുവേഷൻ ആൻഡ് സ്റ്റഡീസ്, പൊളിറ്റിക്സ്, കമേഴ്സ്. ഇതെല്ലാം നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ ഇന്റർനാഷണൽ റേറ്റ് എത്രയുണ്ട്, അപ്പൊ കുഴിച്ച് കാശ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടൂല. $135 ക്രൂഡ് ഓയിലുള്ള സമയത്ത് കൂടുതൽ എക്സ്പ്ലോറേഷൻ നടക്കും. ഇപ്പൊ $40 ഉള്ളപ്പം ഡ്രില്ലിംഗ് റിഗ് കൊണ്ടുപോയിട്ട് എന്താ കാര്യമില്ല. അപ്പൊ അതിന്റെ പൊളിറ്റിക്സ് നോക്കിയിട്ടാണ് ഡ്രില്ലിംഗ് തുടങ്ങുന്നത്.
ഈ ഡ്രില്ലിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡ്രില്ലിങ്, കേസിങ്, സിമെന്റിങ്, മഡ് ലോഗിങ് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ആണ്, വെൽ ടെസ്റ്റിംഗ്, ഫൈനൽ ഇവാലുവേഷൻ, ലോഗിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ്, അപ്പൊ ആ നേരം വരെ അപ്രൈസൽ സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെവലപ്പ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് വെൽ കംപ്ലീഷൻ, പ്രൊഡക്ഷനിലോട്ട് പോണത്. ഇത് ശരിക്കും എത്ര കോടിയുടെ ഒരു പ്രൊജക്ട് ആയിരിക്കും ഒരു വെല്ല്? ഒരു വെല്ല് എന്ന് പറയുന്നത് മേ ബി $500 million, മേ ബി $300 million. ബിക്കോസ് ഒരു വെല്ല് കുഴിച്ച് പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ 20-30 years. 20 വർഷം 30 വർഷം ആ വെല്ലിനെ ഉപയോഗിക്കാം. അവിടെയാണ് നമ്മുടെ മലയാളികൾക്ക് അറിഞ്ഞുകൂടാത്തതും ഒരു വിവരവുമില്ലാത്ത ആളുകൾ ഇവിടെ പഠിപ്പിക്കുന്നതും. കാരണം നമ്മളൊരു വീട് പണിതു, അല്ലെങ്കിൽ 6 മാസത്തെ ഒരു കോഴ്സ് എടുത്ത് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇതിലൊന്നും ജോലി കിട്ടില്ല. ഇവിടെയൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഇത് പറയണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയണം. വാട്ട് ഈസ് എക്സ്പ്ലോറേഷൻ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ, വാട്ട് ഈസ് വെൽ ഇന്റർവെൻഷൻ, വാട്ട് ഈസ് വർക്ക് ഓവർ. നിങ്ങൾക്ക് ഈ 4 ബേസിക് പറയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പല സ്ഥലത്ത് ജോലി മേടിച്ചു തരാം. അതിപ്പോ ആര് പഠിപ്പിക്കുക? നമ്മുടെ അവിടെ വന്നിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാലും അത് സ്മാർട്ടായിട്ട് പറയുന്നവർ ചിലപ്പോൾ ഒരു 50% ഉണ്ടാവുള്ളൂ. അവനെ ഇന്റർവ്യൂ ചെയ്ത് അപ്പം തന്നെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ആളുകൾ എടുത്തുകൊണ്ട് പോകും. ബിക്കോസ് ഇത് പറയുന്നത് ഇങ്ങനെയാണ്, വെരി സിമ്പിൾ ആയിട്ട് ഞാൻ ഇറങ്ങുന്നു. ഇത് ജസ്റ്റ് ലൈക്ക് നമുക്കൊരു അവയർനെസ് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ കാണണമെങ്കിൽ ഇങ്ങനെ പറയാം. ഒരു ഓയിൽ ഫീൽഡ് വെൽ കൺസ്ട്രക്ട് ചെയ്യും, നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ വീട് കഴിയുമ്പോഴാണ് അത് പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. അവിടെ കൊണ്ട് തീരുന്നില്ല. കാരണം ഇത് 30 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന വെല്ലാണ്. ഇറ്റ്സ് എ ബ്ലാക്ക് ഗോൾഡ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ഗോൾഡ് ആണ്. വേൾഡ് എക്കണോമിക്സ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ഇപ്പൊ അത് ഗോൾഡിലോട്ട് മാറിയെന്ന് മാത്രം. അപ്പൊ ഈ ക്രൂഡ് ഓയിലാണ് വേൾഡിലെ ലോകത്ത് യുദ്ധങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. ക്രൂഡ് ഓയിലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ ഒരു വെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ക്യാൻ ഗോ ടു 30-40 years. ഈ 30 വർഷം 40 വർഷം 20 വർഷം ഈ വെല്ലിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വെല്ലിനെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ്ട് മെയിൻറ്റെയിൻ ചെയ്യണതിനെയാണ് വെൽ ഇന്റർവെൻഷൻ. വെല്ലിന്റെ ഉള്ളിൽ ടൂളുകൾ പല റൺ ചെയ്ത് ആ വെല്ലിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വെല്ല് തൽക്കാലം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് ആ വെല്ലിനെ രണ്ടാമത് റീകംപ്ലീറ്റ് ചെയ്യുക. അതിനെയാണ് വർക്ക് ഓവർ. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്നത് വെൽ ഇന്റർവെൻഷൻ ആണ്. അത് ലോക അവസാനം വരെ നിലനിൽക്കും. ഡ്രില്ലിംഗ് അല്ല, വെൽ ഇന്റർവെൻഷൻ. ബിക്കോസ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ പ്രൊഡക്ഷൻ വെൽ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് പ്രൊഡക്ഷൻ. നിർത്താതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം 20 വർഷത്തോളം. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ജോലി ചെയ്യുന്നത്. ആർക്കറിയാം? വെറുതെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ, NDT, QA, QC, ഫെഡപ്പ്. അത് ഈ 10-12 വർഷം ഞാൻ മിണ്ടണ്ടെന്ന് വെച്ചാൽ കണ്ടമാനം ആളുകൾ വന്ന് പറയുന്നുണ്ട്, കരയുന്നുണ്ട്. പൈസ നഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി ഇപ്പൊ പൈസ കൊടുത്ത് 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ജോലി വേണം, നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കണം, നിങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്താണെന്ന്. ഇപ്പൊ നമ്മുടെ മലയാളികൾ എല്ലാവരും, ഞാൻ കുറ്റം പറയുന്നില്ല ആരെയും, ഷോർട്ട് കട്ട് 3 മാസം കൊണ്ട് 5 വർഷം കൊണ്ട് പഠിക്കണത് 3 മാസം കൊണ്ട് പഠിച്ച് എനിക്ക് ജോലി കിട്ടുമെന്നാണ് പറയണത്. നിങ്ങൾ ആ ജോലിക്ക് വെച്ചാൽ തന്നെ നിങ്ങൾ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 1000-ൽ ഒരാൾക്ക് ജോലി കിട്ടി, പൈസ കൊടുത്ത് കിട്ടി, ഭാഗ്യം കൊണ്ട്. 1.5 വർഷം കഴിഞ്ഞ് നീ ഒന്നും പഠിക്കാൻ പോണില്ല ഈ കിട്ടിയവനെ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാരണം ഞങ്ങൾ റിക്ടെക് തുടങ്ങിയത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടല്ല. ചോദിക്കാൻ ലിബിയെന്നൊക്കെ ഒരു കാര്യമില്ലാണ്ട് നിർത്തിപ്പോരുന്നു, വലിയ ശമ്പളം വേണ്ടാന്ന് വെക്കുന്നു. എന്തിനാണ് റിക്ടെക് ഇവിടെ തുടങ്ങുന്നത്? എന്തായാലും അതാണ് നമ്മൾക്ക് ജനങ്ങളോട് എത്തുമെന്ന് എനിക്കറിയത്തില്ല. നമ്മള് 2013 നൈജീരിയ ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു പ്രൊജക്റ്റായിട്ട് എന്നെ സമീപിക്കുകയാണ്. വാർ വിക്ടിംസിന് ട്രെയിനിങ് കൊടുക്കുക. നൈജീരിയ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രിയാണ് ഓയിൽ പ്രൊഡ്യൂസ്. ബട്ട് അവരുടെ സിവിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, അവരുടെ പൊളിറ്റിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അവരുണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യത്തിൽ ഒന്നാണ് നൈജീരിയ. അപ്പൊ അവിടുത്തെ സിവിൽ വാർ, ഇപ്പൊ നമ്മുടെ ഇവിടെ ഉൾഫ ബോർഡോ അവരുമായിട്ട് നമ്മളായിട്ട് വരുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ആസാമിൽ കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ഈ വാർ സോണിലാണ് ഈ ഓയിൽ ഫീൽഡ് മുഴുവൻ നിൽക്കുന്നത്. മിക്ക സ്ഥലത്തും ആഫ്രിക്കൻ കൺട്രീസിൽ, സുഡാനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അവര് ഗവൺമെന്റ് ആയിട്ട് എന്നോടൊരു പറയണ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ വർഷം നിങ്ങൾക്ക് ഒരു 200-300 സ്റ്റുഡൻസ് വാർ വിക്ടിംസിനെ തരാം, 21 പേരെ അയക്കണം, നിങ്ങൾ അവരൊന്ന് ട്രെയിനിങ് അയക്കുന്നു. ഗവൺമെന്റ് വഴിയായിട്ടാണ് ഒരു പ്രപ്പോസൽ എനിക്ക് വരുന്നത്.
അവരെ ട്രെയിൻ ചെയ്യിച്ച് അവർക്ക് അവിടുത്തെ എല്ലാ പാടങ്ങളിൽ വർക്ക് ചെയ്യാം. അവിടെ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ഈ മൈൻഡ് മാറും. ഈ തോക്കെടുത്ത് നടക്കുന്നതിന് വരെ അവർക്ക് ജോലി കൊടുക്കുക കഴിഞ്ഞാൽ അവർക്ക് കുറെ മൈൻഡ്, അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നൈജീരിയൻ ആംനസ്റ്റി ഇന്റർനാഷണൽ. അത് 2013 അപ്രോച്ച് ചെയ്യുന്നു. 2015 നമ്മൾ തമിഴ്നാട്ടിൽ 5 ഏക്കർ ലാൻഡിൽ ലൈവ് റിഗായിട്ട് 2 വെല്ലായിട്ട് അവർ ആവശ്യപ്പെട്ടോ? അവർ ചെയ്തു. അവർക്ക് പ്രാക്ടിക്കൽ വേണം, അല്ലാണ്ട് പറ്റില്ല. പറ്റൂല. നമ്മുടെ ഓഫീസ് സെറ്റപ്പ് പറ്റത്തില്ല, പ്രാക്ടിക്കൽ വേണം. അങ്ങനെയാണ് നമ്മൾ പശ്ചിമകലത്തുമായിട്ട് പ്ലാന്റ് ഒക്കെ ഇടുന്നത്. അങ്ങനെ നമ്മൾ 2 ഫ്രണ്ട്സിനെ വെച്ചിട്ട്, നമ്മുടെ ഓയിൽ ഫീൽഡ് പ്രൊഫഷണൽസ് 2 ഫ്രണ്ട്സിനെ വെച്ചിട്ട് $1 million ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ മണി. $1 million നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ് 2015. സോ ഹൗ വി ക്യാൻ മാനേജ് വിത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ്? രക്ഷയില്ല. അപ്പൊ നമ്മൾക്ക് ആ ഗവൺമെന്റിന്റെ കോൺട്രാക്ട് കിട്ടുമെന്ന് നമ്മൾ തുടങ്ങി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ബൊക്കോ ഹറാം ഒരു 250 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു പോയി. ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഗവൺമെന്റ് മാറി, $1 million പോയി, എല്ലാം പോയി. എല്ലാം പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഹോപ്പ് എന്താ വെച്ചാൽ ഇന്ത്യയിൽ വേറെ ആരുടെ കയ്യിൽ ഇതില്ല. ONGC ഡെറാഡൂണിലുണ്ട്. അത് അവരുടെ എംപ്ലോയീസിന് വേണ്ടി മാത്രമാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഏഷ്യയിൽ ആദ്യമായിട്ടാണ്. സോ നമുക്ക് കമ്പനികളെ അപ്രോച്ച് ചെയ്യാം, പെട്രോളിയം യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്യാം. നമുക്കിതിനെ നിലനിർത്തുക, ലാഭമില്ലെങ്കിൽ നഷ്ടമില്ലാണ്ട് കൊണ്ടുപോകാം. ഇത്ര ഇൻവെസ്റ്റ് ചെയ്താണല്ലോ, പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചു. നൗ വി ആർ 16th year, വി ആർ ഇൻ സക്സസ്. ആ പ്രൊജക്റ്റ് ഒന്ന് നടന്നോ? ആ പ്രൊജക്ട് നടന്നില്ലെങ്കിലും ഇപ്പൊ ഇന്റർനാഷണൽ കമ്പനികൾ നമുക്ക് ആളുകൾ അയക്കുന്നു. കുറച്ച് പേരെ അയക്കുന്നുള്ളൂ. പക്ഷെ 1-2 ഇന്റർനാഷണൽ കമ്പനി വി ആർ ഇൻ ഡിസ്കഷൻ ടു ടേക്ക് ഓവർ വിത്ത് കൺസ്ട്രക്ഷൻ ട്രെയിനിങ്. സോ നമ്പർ ഓഫ് പീപ്പിൾ. സോ അമേരിക്കൻ കമ്പനി 1-2 കമ്പനികളായിട്ട് നമ്മൾ ഡിസ്കഷനിലാണ്. സോ അത് ഞാൻ എൻ്റെ വരുന്ന കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, 2 സുഹൃത്തുക്കളുടെ ഈ ഏകദേശം ഒരു എത്ര $10 million അല്ല, ടോട്ടൽ $1 million ഇൻവെസ്റ്റ്. $1 million. ഈ $1 million എന്ന് പറയുമ്പോൾ ഏകദേശം അന്നത്തെ കാലത്ത് ഒരു നിയർലി 7 CR വരും. ഈ 7 CR മുടക്കിയ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് എന്നിലുള്ള വിശ്വാസമാണ്. കാരണം ഞാൻ വളരെ സ്ട്രെയിറ്റ് വ്യക്തിയാണ്, നമ്മുടെ ഐഡിയോളജി കറക്റ്റാണ്. അതുകൊണ്ട് അവർ ദേ ആർ മില്യനേഴ്സ്, ദേ ആർ ഓൾറെഡി ഹാവിങ് ഡിഫറെന്റ് കമ്പനീസ്, ദേ ഓൾ ബോത്ത് ഓഫ് ദം ആർ വെരി റിച്ച്. അപ്പൊ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഇത് നശിപ്പിക്കാണ്ട് കൊണ്ടു നടക്കും, ലാൻഡ് വാല്യൂ കൂടും. സോ 5 ഏക്കർ ലാൻഡ് അവർ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇപ്പം ഉണ്ട്. സോ ദേ ആർ ഹാപ്പി. കാശ് പോയിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇറ്റ്സ് മൈ ബേബി. റിക്ടെക് ഈസ് മൈ ബേബി. ഞാനാണ് ഫൗണ്ടർ. 16 വർഷത്തെ അധ്വാനമാണ്. അതിനിപ്പോൾ റിസൾട്ടായി. അതുകൊണ്ട് ഓയിൽ ഫീൽഡിനെ നശിപ്പിക്കരുത്. ഈ ഓയിൽ ഫീൽഡ് ഇങ്ങനെ തന്നെ നിലനിൽക്കണം. എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴും നമ്മളൊരു 100 പിള്ളേരെ നമ്മളുടെ ആയിട്ട് എടുക്കുന്നുണ്ട്. 100 പേരല്ലെങ്കിൽ 120 പേരെടുക്കും മാക്സിമം. പിന്നെ പുറത്തുനിന്നുള്ള പല ആളുകളും നമ്മൾക്ക് കമ്പനികൾ ട്രെയിനിങ്ങിന് അയക്കുന്നുണ്ട്. അവിടെ വന്ന് കാണാം. അറ്റ്ലീസ്റ്റ് അവിടെ വന്ന് കണ്ടാൽ ആരെയും കയറ്റൂല. മിനിമം 5 ദിവസമെങ്കിലും അവയർനെസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പോകാൻ. പേരുടെ 2000 രൂപ മേടിക്കുന്നുള്ളൂ. അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെ 24 സീറ്റുള്ളൂ അവിടെ താമസിക്കാനായിട്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ 2000 രൂപ പേരുടെ മേടിക്കുന്നുള്ളൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരുപാട് തവണയായിട്ട് പറയുന്നു, ഒരുപാട് ഓയിൽ ആൻഡ് ഗ്യാസ് സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവര് പഠിപ്പിക്കുന്ന കോഴ്സ് എന്താണ് എക്സാക്ട്ലി? അതായത് ഈ 2 തരത്തിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഒന്ന് 100% ബിസിനസ്, ഒന്ന് 100% ജെന്യൂനിറ്റി. ഇത് കമ്പയർ ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ ഇന്നത്തെ ജനറേഷൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണ്ട, എനിക്ക് ഫീൽഡിൽ പോയി എക്സ്പീരിയൻസ് വേണ്ട, എനിക്ക് പൈസ കൊടുത്താൽ ജോലി കിട്ടുമോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ ഞാൻ കുറ്റം പറയൂല. അവര് ഇങ്ങനെയുള്ളവരെ ക്യാച്ച് ചെയ്യുന്നു, അവര് പൈസ ഉണ്ടാക്കുന്നു, ഇവര് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. ഇത് നമ്മുടെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്തു നിന്നല്ല, അത് എല്ലാ ഷോർട്ട് ടൈം പ്രോഗ്രാമിലും അത് കേരളത്തിലുണ്ട്. പക്ഷെ പാരന്റ്സ് അത് മനസ്സിലാക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, 5-10 ലക്ഷം രൂപ കൊടുത്ത് ജോലി മേടിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഇവർക്ക് ജോലി കിട്ടുന്നുണ്ടോ? കുറച്ച് പേര് കിട്ടിയെന്നൊക്കെ പറയുന്നത് അത് ഭീകരമാണ് റിങ്കു. അത് എനിക്ക് അതൊക്കെ പറയുമ്പോൾ എനിക്ക് രാത്രി ചില സമയത്തൊക്കെ എനിക്ക് വിഷമം വരും. കാരണം റിങ്കുവിന് ഒരു അനുജനുണ്ട്. റിങ്കു പാവപ്പെട്ട വീട്ടിലെ ഒരു എന്താ പറയാ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ്. റിങ്കുവിന്റെ ഒരു അനുജൻ പറയാണ്, എനിക്ക് റിഗിൽ ജോലി കിട്ടും, 5 ലക്ഷം രൂപ കൊടുക്കുക, 4 ലക്ഷം രൂപ, എനിക്കൊന്നും അറിയില്ല, വിദ്യാഭ്യാസം പോലും ഇല്ല, ചിലപ്പോൾ +2 ആയിരിക്കും. അബുദാബിയിൽ ജോലി കിട്ടും, കുവൈറ്റിൽ ജോലി കിട്ടും. അവിടെ എങ്ങനെ കിട്ടും? ഫസ്റ്റ് ഒരു 10,000 പേരേക്ക് കിട്ടുമോ? ഒരു 1000 പേർക്ക് കിട്ടുമോ? ഒരു പക്ഷേ ഒരു വർഷം ഒരു 50 പേർക്ക് കൊടുക്കാൻ പറ്റും, കാശ് കൊടുത്താൽ തന്നെ. അതിനെങ്ങനെയാണ് 1000 പേര് പൈസ കൊടുക്കണത്? ഈ 50 പേര് തന്നെ അവൻ എന്തെങ്കിലും പറയണോ, എന്തെങ്കിലും അറിയണോ? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? അത് തന്നെ ചിന്തിച്ചൂടെ? കേരളത്തിലുള്ള എല്ലാവരും പൈസ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം പേര്
5 ലക്ഷം കൊടുത്ത് 1 ലക്ഷം പേർക്ക് ജോലി കിട്ടുമോ? ഭയങ്കര മോഹന വാഗ്ദാനം. 5 ലക്ഷം രൂപയ്ക്ക് മാസം 2 ലക്ഷം രൂപ ശമ്പളമാണ്. അതാണ്. അപ്പൊ അതിന് അത്ര ഒന്നും പറയുന്നില്ലെന്നാണ്, ഒരു 50,000 60,000 പറയുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ 3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണതാണ് പൈസ കൊടുത്തിട്ട്. അപ്പൊ 1000 പേരുടെ നിന്ന് പൈസ മേടിച്ചു, അല്ലെങ്കിൽ 100 പേരുടെ നിന്ന് പൈസ മേടിച്ചിരുന്നു, 5 പേർക്ക് ജോലി കൊടുത്തു. ശരിയായിരിക്കാം, കിട്ടുന്നുണ്ടാവും. ബാക്കി ഉള്ള ആളുകൾ 3 വർഷം 4 വർഷം. ഇവരിൽ പലരും നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വിഷമമുണ്ട്. പക്ഷെ പറ്റിക്കപ്പെടുന്നുണ്ട്. അവരാരും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് 1ഉം 2ഉം കാശല്ല, കോടികളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 50 കോടിക്കും 100 കോടിക്കും മേലെങ്കിൽ 50-ന് 100 കോടിക്ക് ഇടയ്ക്കെങ്കിലും നമ്മുടെ മലയാളികളുടെ കാശ് ഈ പേരും പറഞ്ഞ് പോയിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവർക്ക് അറിയാം ആരുടെ കയ്യിലെ കാശ് പോയിട്ടുണ്ട്. ഒരു സ്കാം ആണോ അത്? സ്കാം ആണോ, അതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടോ എന്ന് പറയാൻ ആളല്ല. കുറച്ചു പേർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടാണല്ലോ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ 1000 പേര് പൈസ കൊടുത്താൽ ചിലപ്പോൾ ഒരു 20 പേർക്ക് ജോലി കിട്ടുന്നുണ്ടാവും. ബാക്കി 980 പേര് 3 വർഷം 2 വർഷം വെയിറ്റ്. ആ 980 പേരുടെ കാശ് എവിടെ പോകുന്നു? ഇൻട്രസ്റ്റ് കൊടുക്കുമോ തിരിച്ച്? ഒന്നും കൊടുക്കുന്നില്ലല്ലോ. 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ചിലർക്ക് കൊടുക്കുന്നെന്ന് പറയുന്നു. ആരാണത് ചെയ്യുന്നത്? അവരാണ് ഈ ശരിക്കും ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞത്. ഒരു മെയിൻ്റെനൻസിന്റെയും കൺസ്ട്രക്ഷന്റെയും സർട്ടിഫിക്കറ്റ് കൊടുത്ത് റിയൽ ആയിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് എന്താണെന്ന് ഒന്നും അറിയാണ്ട് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി നശിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നതല്ല. എന്നാലും എൻ്റെ സത്യസന്ധത പറയാനായിട്ട് ഇങ്ങനെ ഒരു അവസരം റിങ്കു തന്നത്, ഇത് എയറിൽ പോണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വെച്ചിട്ട് കബളിപ്പിക്കപ്പെടരുത്. ഷുഡിൻ ചീറ്റ്. നിങ്ങൾ അറിയുക എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ്, എന്താണ് അവിടെ നടക്കുന്നത്, എവിടെ നമുക്ക് ജോലി കിട്ടും, എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം ജോലി കിട്ടാൻ, അതെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിച്ചുകൂടെ പൈസ കൊടുക്കുന്നതിന് മുമ്പ്? അല്ല, ആൾക്കാര് മിഥ്യയായിട്ട് അങ്ങ് ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് വിശ്വസിക്കുക. എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നാളെ ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് 34 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാനിത് പറഞ്ഞു കൊടുക്കും. നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കിത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. കാരണം എൻ്റെ കൈ 2 ശുദ്ധമാണ്. ഞാൻ ഒരാളുടെ എൻ്റെ വരുന്ന പിള്ളേര് എന്നെ നേരിട്ട് വിളിച്ചിട്ട് സാറേ എൻ്റെ നിന്ന് പൈസ മേടിച്ചില്ലേ, സാറ് എനിക്ക് ജോലി തരാമെന്നല്ലേ പറഞ്ഞു. ഒരാളും പറയില്ല. കാരണം നമ്മളങ്ങനെ പറയില്ല. നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അത് വെറുതെ ഞങ്ങൾ എടുക്കില്ല. അത്യാവശ്യം ഇംഗ്ലീഷ് പറയണം, അത്യാവശ്യം നോളജ് ഉള്ളവർ എടുക്കുള്ളൂ. അവനെ നമ്മൾ മൾട്ടിപ്പിൾ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഞാൻ കൺഫേം ജോലി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പക്ഷെ ഇന്ത്യയിൽ അവൻ ശമ്പളം പോലെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്നില്ല. അത് വേറെ വിഷയം. എന്നാലും നമ്മളിൽ വരുന്ന പിള്ളേരെ നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പിള്ളേർ എടുക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അധികം പ്രൊമോഷൻ നടത്താത്തത്. ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. റെങ്കൂനെ എനിക്കറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകളെ എനിക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞവരെല്ലാവരും പറഞ്ഞ് വളരെ എത്തിക്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കും കൂടെ ഒരു സന്തോഷം. നമ്മൾ പറഞ്ഞ പ്രകാരം നമുക്കിതൊന്ന് എയർ ചെയ്യുകയാണെങ്കിൽ, കുറേ പേര് കേട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറും കൂടെ കൊടുക്കുക. അവരെന്നോട് വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ റിഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എലമെന്റ്സ് ഉള്ള ഇൻഡസ്ട്രിയാണ്. റിസ്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഹസാഡസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഹസാഡസ് ഉണ്ട്, അപകടം ഉണ്ടാവും. ചിലപ്പോൾ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എങ്ങനെ നമ്മൾ ഒരു ട്രെയിനിങ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് ഓയിൽ ഫീൽഡിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ പോലെയാണ്. ഒരു കുഴപ്പമൊന്നുമില്ല. ഒന്നും അറിഞ്ഞുകൂടാത്തവർ പോയി പെട്ടുപോണതാണ്. ട്രെയിനിങ് ബേസ്ഡ് ആണ്. ടെക്നിക്കൽ എല്ലാം ഇപ്പൊ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇന്നുണ്ടോ? ഡിപ്ലോമയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് പിള്ളേർക്ക് കാശാ. ഒരു പ്ലംബർ പോവോ, ഒരു വെൽഡർ, ഒരു ഫാബ്രിക്കേറ്റർ കിട്ടാനില്ല. മലയാളികളെ എല്ലാവർക്കും വേണം. പക്ഷെ മലയാളികൾ ആ ഇതിൽ പോകുന്നില്ല, അവർക്ക് താല്പര്യമില്ല. അപ്പൊ നിങ്ങളൊരു ടെക്നിക്കലായിട്ട് ഒരു വ്യക്തി ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, യു ഷുഡ് ബി ട്രെയിൻഡ് അണ്ടർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ വിത്ത് പ്രാക്ടിക്കൽ. അതാണ് അതിന്റെ പോയിന്റ്. നിങ്ങൾക്കൊരു ടെക്നിക്കലായിട്ട് ട്രെയിനിങ്ങിന് പോകണമോ, ബേസിക് ക്വാളിഫിക്കേഷൻ, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. എന്നാൽ മാത്രമേ ടെക്നിക്കൽ ജോലിയിൽ പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ പറ്റൂ. നമ്മളൊക്കെ 2 വർഷം അവിടെ പോയി ഈ വെയിലത്തിരുന്ന് മരുഭൂമിയിലിരുന്ന് പഠിച്ച് ട്രെയിനിങ്, ഓരോന്നും ഓരോ വാൽവുകൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ അതിനെ രണ്ടാമത് കണക്ട് ചെയ്യണം പഠിച്ചിട്ടാണ് നമ്മൾ ഉയരിലോട്ട് പോണേ. പെട്ടെന്ന് പോയി ശമ്പളം കിട്ടുമോ? അത് എഞ്ചിനീയർമാരും അങ്ങനെ തന്നെയാണ്. ജൂനിയർ എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, ഫീൽഡ് എഞ്ചിനീയർ, സീനിയർ ഫീൽഡ് എഞ്ചിനീയർ. കണ്ട എഞ്ചിനീയർമാർക്കുണ്ട് അങ്ങനെ പൊസിഷൻ ഓയിൽ ഫീൽഡിൽ. പെട്ടെന്ന് പോയിട്ട് ഒരു എഞ്ചിനീയർക്ക് കിട്ടില്ല. അവൻ ഫസ്റ്റ് ചെല്ലണത് ജൂനിയർ എഞ്ചിനീയർ, ട്രെയിനി എഞ്ചിനീയർ ആണ്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ, പിന്നെ സീനിയർ എഞ്ചിനീയർ, പിന്നെ അവനെ ഫീൽഡ് എഞ്ചിനീയർ ആക്കുക, പിന്നെ അവനെ സീനിയർ ഫീൽഡ് എഞ്ചിനീയർ. സീനിയർ ഫീൽഡ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാൽ അവന് 10-20 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന്.
ഓയിൽ ഫീൽഡിൽ. വലിയ ശമ്പളമുള്ള ഇൻഡസ്ട്രിയാണ് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മൾ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ചിലവരൊക്കെ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് നീ എന്താ പഠിക്കണേ, നീ ഓയിൽ ആൻഡ് ഗ്യാസാ, അവൻ ചിരിക്കുക. ലോകത്തെ ഏറ്റവും വലിയ റിച്ച് ഏരിയ, ലോകത്തിലെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഏരിയനെ നശിപ്പിക്കുന്നത് മലയാളികൾ തന്നെ. ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് മലയാളികൾ, അവർ തന്നെ നശിപ്പിക്കുക. ഹൗ ഇറ്റ് ക്യാൻ ബി പോസിബിൾ? ഈ ചെറിയ സംസ്ഥാനത്ത് എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പൊ കുറെയൊക്കെ നിന്ന് അവർ വേറെ പല കോഴ്സുകൾ അതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അന്നും ഇന്നും ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രം ഒരൊറ്റ പ്രോഗ്രാം മാത്രം പഠിപ്പിക്കുന്നു. ജോലി കിട്ടുന്ന ഉറപ്പുള്ള ഒരു പ്രോഗ്രാം. ജോലി കിട്ടുന്നതാണ് നിങ്ങൾ, ജോലി ഞങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞ് വരരുത്. എനിക്കിത് പഠിക്കണം, ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കും, നിങ്ങൾക്ക് ജോലി കിട്ടും, എൻ്റെ സഹായം വേണ്ട, ഞാൻ നിങ്ങളെ പുറകിൽ നിന്ന് പുഷ് ചെയ്താൽ മതി. അങ്ങനെയുള്ള കഴിവുള്ള പിള്ളേരുണ്ടെങ്കിൽ 100% ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാം, ജോലി കിട്ടും. അവന് ഉയരത്തിലോട്ട് പോകാൻ പറ്റും. അവൻ ഡിപ്ലോമക്കാരാണെങ്കിലും അവന് ഈസി ആയിട്ട് കിട്ടും. ഈ മാസം അവസാനം ഈ റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ശമ്പളം ഉണ്ടായിരുന്നു? എനിക്ക് പെർ ഡേ ഒക്കെ ഒരു $1,200 ഒക്കെ എനിക്ക് കിട്ടാം. അങ്ങനെ ഞാൻ നിർത്തി പോകുന്നില്ലായിരുന്നു. ഇന്ത്യൻ റുപ്പിയിൽ ഇന്നിപ്പോ 1 lakh അല്ലേ. സോ ഐ യൂസ് ടു ഗെറ്റ് 60,000 to 80,000 rupees പെർ ഡേ ട്രെയിനിങ്. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എൻ്റെ ലാസ്റ്റ് ഞാൻ സൈൻ ഓഫ് ഹെർക്കുലീസ് ഓഫ് ഷോറിൽ കാക്കിനാടയിൽ ഇന്ത്യയിൽ എനിക്ക് 60,000 ആയിരുന്നു പെർ ഡേ. കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിന് ഇന്ന് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റില്ലേ? അല്ല, ഇന്ന് റിക്ടെക്കിന് ഞാൻ ഈ 16 വർഷം റിക്ടെക്കിന്റെ കൂടെ നിന്നതിലുള്ള ഏറ്റവും വലിയ സന്തോഷം, മേ ബി ഐ ഡോണ്ട് നോ, മേ ബി January 1st week മേ ബി റിക്ടെക് ഈസ് ഗോയിങ് ടു കൊളാബറേറ്റ് വിത്ത് വൺ ഓഫ് ദ ടോപ്പ് ഇന്റർനാഷണൽ കമ്പനി. മേ ബി ഐ ഡോണ്ട് നോ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രമാവും. ദാറ്റ് ഡിസ്കഷൻ ഈസ് ഓൺ January 5th. അത് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കമ്പനി, മേ ബി മീറ്റിംഗ് ഈസ് ദെയർ, മേ ബി ടേക്ക് ഓവർ. ദെൻ മൈ നമ്മുടെ ഇന്റർവ്യൂ അന്ന് നമ്മൾ അതിനുശേഷം കാണുന്നു, പിറ്റേ ദിവസം വീണ്ടും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഐ ആം ഇൻവൈറ്റിംഗ് യു ടു സത്യമംഗലം. വി വിൽ ഡിസ്കസ് ഓൺ, വിൽ ഗോ ടു ദ ഫോറസ്റ്റ്. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഈ പറഞ്ഞ ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല, 100 പേരെ 120 പേരെ പരമാവധി നമുക്ക് അത്രയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സാലറി ഒക്കെ വാങ്ങുന്ന ആൾക്ക് എത്ര സാലറി ഉണ്ടാവും? നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി നമ്മുടെ കുട്ടികൾ 1.25 പോണത്. ഗൾഫിലൊക്കെ കോയിൽ ട്യൂബിങ്ങിലും സ്ലിക്ക് ലൈനിലും വെൽ ടെസ്റ്റിങ്ങിലൊക്കെ നമ്മുടെ കുട്ടികൾ പോണത് സ്റ്റാർട്ടിങ്, ഓയിൽ സർവർക്ക് എടുക്കുന്നത് സ്റ്റാർട്ടിങ് 1.25 ആണ് വിത്ത് റൊട്ടേഷൻ. 1 month 1 month 2 month 1 month ആ റൊട്ടേഷൻ കിട്ടും. പക്ഷെ ആർക്കും അറിയില്ല കോയിൽ ട്യൂബിങ് എന്താണ്, സ്ലിക്ക് ലൈൻ എന്താണ്, ലോഗിങ് എന്താണ്. ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് ഞങ്ങൾ വെൽ ടെസ്റ്റിങ്ങിലാണ്. വെൽ ടെസ്റ്റിംഗ് ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതാണ്. എത്ര കിട്ടുന്നുണ്ടാവും? നിങ്ങളൊരു എഞ്ചിനീയർ അല്ല, ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഒരു 5 years എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞാൽ യു ക്യാൻ ബി ഗെറ്റ് 8 to 10 lakhs മന്ത്ലി ഈസിലി. ഇന്റർനാഷണൽ ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ. ഇവിടത്തെ പിള്ളേരൊന്നും പറഞ്ഞിട്ട് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട് 5,000 rupees പെർ ഡേ. ഇന്ത്യൻ ഓയിൽ ഫീൽഡിൽ കിട്ടും. നിങ്ങൾക്ക് ഒരു 5 years എക്സ്പീരിയൻസ് വെൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ പെർ ഡേ 5,000. മാസം 1,50,000 വിത്ത് ടാക്സ് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. 1 month on 1 month off വിത്ത് ഓൾ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് ഓയിൽ ഫീൽഡ് പഠിപ്പിക്കുന്നത്? ഇവിടെ ആരും ഓയിൽ ഫീൽഡിൽ വെൽ ടെസ്റ്റിംഗ് എന്താണെന്ന് പോലും അറിയില്ല. വെൽ ടെസ്റ്റിംഗിൽ ജോലി ചെയ്യുന്ന കണ്ടമാനം ആളുകൾ മലയാളികളുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കും ലാസ്റ്റ് 10 years വേൾഡ് വൈഡിൽ വെൽ ടെസ്റ്റിംഗിൽ ഒരു 50% റിക്ടെക് സ്റ്റുഡൻസ് ആയിരിക്കും വർക്ക് ചെയ്യണത്. വെരി ഗുഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞു, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് നമ്മളല്ല ശരിക്കും, അത് ഗവൺമെന്റിന്റെ പല പല പോളിസികളാണ്. ഇപ്പൊ ഇന്ത്യയിലുള്ള ഓയിൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് എന്ന് പറയുന്ന വേദാന്തയാണ്. കേൺ എനർജി ആയിരുന്നു, ഇപ്പൊ അത് കേൺ ഇന്ത്യയായി. ഇപ്പൊ വേദാന്ത, രാജസ്ഥാൻ ഫാർമർ, പിന്നെ ഒരു ഗോദാവരിയിൽ ബേസിനുണ്ട്, പിന്നെ റിലയൻസിന് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറെ മാർജിനൽ ഫീൽഡിൽ ചെറിയ ചെറിയ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ONGC നവരത്ന കമ്പനിയാണ്. ONGC എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ONGC ലാഭമായിരിക്കും. അവരുടെ വെല്ലുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഭയങ്കര കോടികളാണ്. അതൊന്നും നമ്മൾ പറയണം. ഇപ്പം ഞാൻ പുരി ആ അടിപ്പക്ക് എക്സിബിഷനിൽ അബുദാബിയിൽ ഞാൻ 2 വർഷം മുമ്പ് കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുള്ളിയായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇത്തവണ ഞാൻ ഗോവയിൽ ഈ മാസം ജനുവരി ലാസ്റ്റിന് നമ്മുടെ എനർജി വീക്കിൽ ചിലപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ കാണുമായിരിക്കാം. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഒരു മൺതരിയാണ് ഓയിൽ ഫീൽഡിൽ. എന്നേക്കാളും നല്ല ഇഷ്ടംമാരെ പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലും വിദേശത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ കണ്ടേക്കുന്നത് ഇന്ത്യൻ ഓയിൽ ഫീൽഡിലുള്ള മിക്ക ഓൺഷോർ വെല്ലുകൾ, അതായത് ലാൻഡിലുള്ള വെല്ലുകളൊന്നും പ്രോപ്പർ മെയിൻറ്റെയിൻ അല്ല.
കണ്ടമാനം ക്രൂഡ് ഓയിലൊക്കെ ലീക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ കംപ്ലീറ്റ് മെസ്സപ്പാണ്, സേഫ്റ്റി ഇല്ല. പക്ഷെ അതൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ അവരെല്ലാം ഭംഗിയാക്കി അത് വെക്കും. അത് വിദേശത്തും അങ്ങനെ തന്നെയാണ്, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്കയിലേക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ കുഴപ്പമില്ല, ആഫ്രിക്കൻ കൺട്രീസിൽ ഇന്ത്യ പോലതൊക്കെ തന്നെയാണ്. പക്ഷെ അത് പ്രൈവറ്റ് കമ്പനി എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടമാനം ജർമ്മൻ, വിൻഡർഷാൽ, അജിബ് ഇറ്റലി, ടോട്ടൽ ഫ്രഞ്ച്, പിന്നെ റെപ്സോൾ സ്പാനിഷ്, അതേപോലെ തന്നെ വലിയ വലിയ ഇപ്പം നമ്മൾ പറയുന്നത് പോലെ ഇപ്പം ആരാംകോയിലായാലും ഇപ്പം നമ്മൾ ഓക്സിയിലായാലും ഇവരുടെയൊക്കെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ, ബ്രിട്ടൻ, ഇറ്റലി, ഫ്രഞ്ച്, ഇവരുടെയൊക്കെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എൻവിറോൺമെന്റ് കറക്റ്റ് ആയിരിക്കും, സേഫ്റ്റി കറക്റ്റ് ആയിരിക്കും, പക്കയായിരിക്കും. എൻവിറോൺമെന്റ് സേഫ്റ്റിയാണ്. അതായത് നമ്മൾ ഭൂമിയോട് ചെയ്യുന്ന എന്താ പറയുക, ഭൂമിയോട് ചെയ്യുന്ന മേഴ്സി. ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഭൂമിയോട് ഒരു റെസ്പെക്ട് കൊടുക്കണം. അത് ഇന്ത്യയിലില്ല, നമ്മൾ സൂക്ഷിക്കുന്നില്ല. അത് ഞാൻ പല പ്രപ്പോസലും പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ എൻവിറോൺമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളൊന്നും പറഞ്ഞാലൊന്നും ശരിയാകത്തില്ല. അതൊക്കെ ഗവൺമെന്റിന്റെ ഓരോരോ പോളിസിയാണ് ഇന്ത്യയിൽ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്നു. പഴയ പോലെ ഫ്യൂവലിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ധനം ഉപയോഗിക്കുന്നത് അതല്ലാത്തൊരു കാലം വരാം. മറ്റു പല പവർ സോഴ്സുകളെ നമ്മൾ ആശ്രയിച്ചു തുടങ്ങി. ഇനി റിഗിന്റെ ഒരു ഫ്യൂച്ചർ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓൾട്ടർനേറ്റീവ് എനർജി എന്നാണ് അതിന് പറയുന്നത്. വിൻഡ് എനർജി, സോളാർ എനർജി, ന്യൂക്ലിയർ എനർജി ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും ഫ്യൂവൽ എനർജി തന്നെയാണ് ലോകാവസാനം വരെ 30% വേൾഡ് പവർ ആൻഡ് എനർജി സെക്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫ്യൂവൽ എനർജി എന്ന് പറയുന്നത് കണ്ടമാനം ബൈ പ്രൊഡക്ട്സ് കിട്ടും. അപ്പൊ റിഫൈനറി ബിസിനസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അല്ലേ? ഇപ്പൊ അംബാനിക്കൊക്കെ ജാംനഗറിൽ ഏറ്റവും വലിയ റിഫൈനറിയാണ്. പുറത്തുനിന്ന് റഷ്യയിൽ നിന്നൊക്കെ എണ്ണ വരുന്നത് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനാണ്. അപ്പൊ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നത് ഫസ്റ്റ് പ്രൊഡക്റ്റ് LPG, പെട്രോൾ, ഡീസൽ, കെറോസിൻ, എഞ്ചിൻ ഓയിൽ, ലൂബ്രിക്കൻസ്, ആസ്ഫോൾട്ട്, ടാർ, റോഡ് കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വാക്സ് ആണ്. ഈ വാക്സ് ഒക്കെ മുഴുവൻ പെട്രോൾ കെമിക്കൽസ് ആണ്, പെയിന്റ്, ഫൈബർ ഓപ്റ്റിക്സ്. അപ്പൊ ക്രൂഡ് ഓയിലിൽ നിന്ന് 10-25 പ്രൊഡക്ട്സാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യാണ്ടിരിക്കണല്ലോ? A to Z. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനത്തിലും ക്രൂഡ് ഓയിലിന്റെ അംശങ്ങളുണ്ട്. അപ്പൊ പവർ ആൻഡ് എനർജി മാത്രമല്ലല്ലോ ക്രൂഡ് ഓയിൽ, ബൈ പ്രൊഡക്ട്സ് അല്ലേ? സോ വേൾഡ് എക്കണോമി ലോകാവസാനം വരെ ഒരു 30% എങ്കിലും ക്രൂഡ് ഓയിൽ തന്നെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. സോ ദേ കൻ ബി. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ എക്സ്കവേഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പൊ സമുദ്രങ്ങൾക്ക് സർവേ നടത്തുന്നു, സീസ്മിക് സർവേ, ജിയോളജിക്കൽ സർവേ. ഈ സർവേ നടത്തിയിട്ട് നിങ്ങൾക്ക് കടലിന്റെ അവിടെ പോയി സർവേ നടത്തി അവിടെ ഒരു വെല്ല് കിട്ടുവാണെങ്കിൽ അത് നഷ്ടമാണ്. കാരണം ഒരു വെല്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ കോടികൾ അതിന്റെ ഇരട്ടി മുടക്കണം. അവിടെ ഒരു 50 വെല്ല് കുഴിക്കാൻ പറ്റുമെങ്കിൽ അത് ലാഭമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം. അതാണ് ഈ സപ്ലൈ ചെയിൻ. മനസ്സിലായോ? നിങ്ങൾ ആദ്യം തന്നെ ഒരു വെല്ല് കുഴിക്കുമ്പോൾ അവിടെ നിന്ന് ഈ സാധനം എത്തിക്കാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ റിലയൻസ് 90s കാശ് ഉണ്ടാക്കിയത്. ഗോദാവരിയിൽ സബ്സി പൈപ്പ് ലൈനാണ് ആദ്യം വലിക്കുന്നത്, എന്നിട്ടാണ് പിന്നെ കുഴിക്കണത്. അത് പൊളിറ്റിക്സ് ആണ്. അത് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഓയിൽ ഫീൽഡ് വലിയൊരു സ്റ്റോറിയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസിക് നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ല. നിങ്ങൾ ഇവിടെ നിന്ന് എത്തിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാം, നമ്മൾ ബേസിക് തരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഫ്യൂച്ചറിൽ 30% കൈയാളുന്ന മേഖലയാണ്. എല്ലായിടത്തും പുതിയത് പിന്നെ ഒരു സംശയം വെച്ചിട്ട് കുറേ തവണ കാലങ്ങളായത് ഇങ്ങനെ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ 30 വർഷത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് തീർന്നു പോയില്ലേ? ഒരുപാട് ഇതിനെ നമ്മൾ വലിയൊരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ കേൾക്കുന്ന പിള്ളേർക്ക് കുറച്ച് ഇത് പഠിക്കണോ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ, അവർക്ക് ബേസിക് അറിയാൻ പറ്റും. അതിനെ പ്രൊഡക്ഷൻ റിക്കവറി എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ റിക്കവറി 3 എണ്ണം ഉണ്ടാവും. ഒന്ന് പ്രൈമറി റിക്കവറി, ഒന്ന് സെക്കൻഡറി റിക്കവറി, ഒന്ന് ടെറിഷ്യറി റിക്കവറി. ഈ പ്രൈമറി റിക്കവറി എന്ന് പറഞ്ഞാൽ ആ വെല്ലിൽ തന്നെ നാച്ചുറലായിട്ട് ഓയിൽ വരുന്നു, അല്ലെങ്കിൽ ഗ്യാസ് വരുന്നു, അല്ലെങ്കിൽ ആ വെല്ലിൽ തന്നെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഇതിനെ പൊക്കിക്കൊണ്ടിരുന്നു. അതിനാണ് പ്രൈമറി റിക്കവറി. അതൊരു 30-40% ഉണ്ടാവുള്ളൂ എപ്പോഴും. വിസ്കോസിറ്റി ഫാക്ടർ, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡറി പ്രൊഡക്ഷൻ മെത്തേഡ്. പിന്നെ ഒരു 60% ഓയിൽ അവിടെ തന്നെ കിടക്കണതാണ്. 10-15 വർഷം കഴിഞ്ഞ് പിന്നെ കിടക്കുക, അത് എടുക്കണം. അവ അതിൻ്റെ അടുത്ത് വേറെ വെല്ല് കുഴിക്കും, വാട്ടർ വെല്ല് കുഴിക്കും. ആ വാട്ടർ വെല്ലിൽ കൂടെ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ നൈട്രജനോ പമ്പ് ചെയ്യും, എന്നിട്ട് ഇതിനെ പൊക്കിക്കൊണ്ടിരും. അതിനാണ് സെക്കൻഡറി റിക്കവറി എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു 20%-30% ഓയിൽ അതിനകത്ത് കിടപ്പുണ്ട്. ആ വെല്ലിനെ നശിപ്പിച്ചു. അത് എല്ലാ രാജ്യങ്ങളും ചെയ്യൂല, എന്നാലും നമ്മൾ ഇന്ത്യയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. തെർമൽ ഹീറ്റ് കൊടുക്കും, താഴ്ത്തുകൊണ്ട് തീ കൊണ്ട് കൊടുക്കും. തീയുടെ ഈ ഫയർ ബോൾസ് പമ്പ് ചെയ്തിട്ട് ഇവനെ പുകച്ച് അവസാനം വറ്റിച്ച് കളയും. എന്നിട്ട് ആ അത്രമാത്രം കുഴിച്ച സ്ഥലത്ത് ഇവരൊന്നും ഫില്ല് ചെയ്യുന്നില്ല. ശരിക്കും വാട്ടർ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എയർ പോക്കറ്റ്സ്, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ, ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മര്യാദയ്ക്ക് എൻവിറോൺമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ലോകത്ത് എല്ലാവരും
നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഡയമണ്ട് ആയാലും ഗോൾഡ് ആയാലും കോൾ ആയാലും, ഹൈഡ്രോകാർബൺ ആണ് കോള്, ഈ ഗ്യാസ് ഓയിൽ ആയാലും, അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. പൈസ എടുക്കുക, ആ ഭൂമിനോട് ഒന്നും കാണിക്കുന്നില്ല. അതിന്റെ ചിലപ്പോൾ ഒരു 20% 30% കാണിച്ചു. അത് മാത്രമേ ഉള്ളൂ പ്രോബ്ലം. അല്ലാണ്ട് ഓയിൽ ഫീൽഡ് ഒരിക്കലും അവസാനിക്കില്ല, കാലങ്ങളോളം നിലനിൽക്കും, ലോകാവസാനം വരെ ഉണ്ടാവും. ലോക അവസാനം വരെ ഉണ്ടാവും. ഉണ്ടാവും. ഈ ലോക അവസാനം വരെ റിക്ടെക്കും വളരട്ടെ, അക്കാലം വരെ കുട്ടികളെ കൊടുക്കാൻ റിക്ടെക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാവുമോ എനിക്കെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ലോകാവസാനം വരെ നിൽക്കട്ടെ. നിങ്ങൾക്കൊരു ഓയിൽ ആൻഡ് ഗ്യാസിലോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഏരിയയിലോ നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ട് പോകുക. എന്റെ ഈ മെസ്സേജ് നിലനിൽക്കട്ടെ. റിക്ടെക് ചിലപ്പോൾ നാളെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതല്ല, മെസ്സേജ് ഈസ് ദർ. നമ്മൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണതിനാ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്ലോമ പഠിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ITI പഠിക്കുന്നത്? അവൻ പ്രാക്ടിക്കലായിട്ടൊന്നും അവനൊന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ബ്രെയിൻ ആണ്. നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഗൾഫിലെ ആവശ്യം, ഇന്ത്യക്കാരിലെ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മലയാളികളാണ്. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ അത് താഴ്ത്തോട്ട് പോകുന്നു ഗ്രാഫ്? ആരെങ്കിലും പറയുന്നുണ്ടോ? ഗവൺമെന്റ് പറയുന്നുണ്ടോ? ഏതെങ്കിലും പ്രൈവറ്റ് എൻറ്റിറ്റി പറയുന്നുണ്ടോ? നമ്മളുടെ ഈ കൺവെർസേഷൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശതമാനം പേർക്ക് ഒരു സ്പാർക്ക് കിട്ടുകയാണെങ്കിൽ ലെറ്റ് ദം ഗോ ടു പോളിടെക്നിക്, ലെറ്റ് ദം ഗോ ടു ITI, കം ബാക്ക് ടു മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സെക്ഷൻ, വരട്ടെ. അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് വരട്ടെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര മോഹം, സിനിമയായിരുന്നു പണ്ട് തൊട്ടേ പാഷൻ. സിനിമ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഞങ്ങളൊരു ചെറിയൊരു കലാപരമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് ചെറിയ ടെക്സ്റ്ററുകൾ അത് വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രായവുമ്പോൾ കുറെ ടെക്സ്റ്ററുകൾ വരും. പക്ഷെ കുടുംബമാകുമ്പോൾ നമ്മളുടെ കൂടെയുള്ള വൈഫ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫ് പറയുന്നത് കുറെ കേൾക്കേണ്ടി വരും. കാരണം നമുക്ക് ഈ സിനിമയും ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെല്ലാവരും, ഞാനൊക്കെ ഒന്നുമല്ല ബിസിനസ്സിൽ, പക്ഷെ വലിയ കോടീശ്വരന്മാർ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല? അവന് വേണമെങ്കിൽ സ്വന്തമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അഭിനയിച്ചൂടെ? എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല? അത് രണ്ടും കൂടെ ഒന്നിച്ചു പോകില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന അവിടെ നമ്മൾ 24 hours നമ്മുടെ ശ്രദ്ധ കൊടുക്കണം. സിനിമയിൽ അഭിനയിക്കാൻ പോയി 2 മാസം കഴിഞ്ഞ് ഇത് ഓടത്തില്ല. ആഗ്രഹം അവിടെ നിൽക്കട്ടെ. 60 വയസ്സാകുമ്പോൾ ചിലപ്പോൾ 70 വയസ്സ് വരെ ജീവിക്കുന്ന 70 വയസ്സിൽ അഭിനയിക്കുക ആഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ പാർട്ട്നേഴ്സ് ഒക്കെ വലിയ പ്രൊഡ്യൂസേഴ്സ് ആണ്. മൈ മെയിൻ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ വലിയ പ്രൊഡ്യൂസർ ഫാമിലിയാണ്. എനിക്ക് എപ്പോഴാണെങ്കിലും അഭിനയിക്കാം, തെലുങ്കിലോ തമിഴിലോ അഭിനയിക്കാം. ബട്ട് പോകാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇതിൽ നിന്ന് മാറി വേണമെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു മോഹം കാണിക്കാം. പക്ഷെ നമ്മുടെ കൂട്ടുകാരുണ്ട്, എപ്പോൾ വേണമെങ്കിലും മോഹം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ മോഹം കാണിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടാകണം, അവിടെ പെർഫോം ചെയ്യണം, അത് ആളുകൾ അംഗീകരിക്കണം, എന്നാലേ നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലാണ്ട് വെറുതെ പോയി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ പൈസ മുടക്കുക എന്നുള്ളത് അതിൽ എന്റർടൈൻമെന്റ് ഈസ് എ ഡിഫറെന്റ്. യു ഷുഡ് ഹാവ് സം എന്താ പറയുക ജെനുവിൻ എബിലിറ്റി വേണ്ടേ. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു, പരിചയക്കാരെ പോലെ സംസാരിക്കുന്നു. അപ്പൊ ഒരു എന്റർടൈൻ മേഖല എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ് നമ്മുടെ ആളുകൾ. ആ ഓഡിയൻസ് പറയണം അയാൾ കൊള്ളാട്ട, കണ്ടിരിക്കാൻ സുഖമാണ്. അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കുറെ റിച്ച് ആയിട്ടുള്ള ദുർവാസി, തിക്കുറിശി, കൊട്ടാരക്കര, ഇങ്ങനെ വന്ന നമ്മുടെ തിലകൻ വരെ, അല്ലെങ്കിൽ ജഗതി, ശങ്കരാടി, കോടിയുലുണ്ട് കൃഷ്ണൻ, പപ്പു, മാള, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവരൊക്കെ പോയപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അവിടെ നിൽക്കുന്നത്. ഇനി ഗവൺമെന്റിന്റെ പോളിസികൾ ചേഞ്ച് ചെയ്തപ്പോൾ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ബോളിവുഡൊക്കെ സിനിമകൾ കുറഞ്ഞില്ലേ? കാരണം തീമുകൾക്ക് ഫ്രീഡം പോയി, സെൻസറിങ് വന്നു. ഇനി നല്ല സിനിമകൾ ഉണ്ടാവോ? വല്ലപ്പോഴും ഒരു സിനിമ വരും ഇല്ലേ? പി ജാനണിയുടെ പടം ഓർമ്മയുണ്ടോ? ഒരു പടം അവാർഡ് കിട്ടിയ പടം ഓർമ്മയുണ്ടോ? നിർമ്മാല്യമാണ്. ഇന്ന് നടക്കോ? കത്തിച്ചു കളയുന്നു. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാണെങ്കിൽ നമ്മൾ അഴിച്ചു വിടണം. നമ്മൾ അഴിച്ചു വിട്ടാലേ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഉണ്ടാവണം. നിങ്ങൾക്ക് വീട്ടിൽ നിന്നല്ല, നിങ്ങളുടെ മനസ്സിലായിരിക്കണം നിങ്ങൾ പഠിക്കണം. വീട്ടുകാർ പറഞ്ഞിട്ടല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? അത് നിങ്ങളുടെ എന്റർടൈൻമെന്റ്. ഞാൻ ഒരിക്കലും ഓയിൽ ഫീൽഡ് വന്നത് വീട്ടുകാർ പറഞ്ഞിട്ടാണ്, എന്റെ ഇഷ്ടത്തിലല്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന എനിക്ക് ഇനി വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഷ്ടം സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിനകത്തിട്ട് നിൽക്കുന്നു. എനിക്ക് ഒരു ദിവസം പോലും ആഗ്രഹമില്ല നിൽക്കാൻ, ബട്ട് സാഹചര്യം, നമ്മളെല്ലാം ഇത്ര നേരം പറഞ്ഞത് തുറന്നാണ്. എനിക്കൊരു നമ്മളൊരു ഇന്റർവ്യൂ ഷൂട്ടാണെന്ന് തോന്നില്ല. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ. ഇത് കഴിഞ്ഞ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇത്തിരി കഞ്ഞി കുടിക്കും, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും.
ഫാന്റാസ്റ്റിക് ലൈഫ്. ജീവിതത്തിൽ ഞായറാഴ്ച ചിലപ്പോൾ വേണമെങ്കിൽ കൂട്ടുകാരന്മാരായിട്ട് ചെറിയൊരു സ്മോൾ അടിക്കുക. ഹാപ്പി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. സിനിമ എന്നല്ല. ഒരു കടൻ ട്രാവൽ ആയിരുന്നു, ഇപ്പൊ റിഗ് ഉണ്ട്. എന്നെ അറിയാവുന്ന കോർപ്പറേറ്റുകൾ, ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേറ്റുകൾ ഇന്ത്യയിലുണ്ട്. അവരെല്ലാവരും ഞാനായിട്ട് നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾക്ക് അവരവിടെ ചാൻസ് കൊടുക്കുന്നത്. പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒട്ടനവധി കാലം നേരത്തെ പറഞ്ഞിരുന്നു, നാളെ റിഗ് ടെക് ഉണ്ടാകുമോ എന്നറിയില്ല. നാളെ റിഗ് ടെക് ഇവിടെ ഉണ്ടാകട്ടെ. നാളെ മാത്രമല്ല, കാലാകാലങ്ങളോളം എന്താ പറയുക, ആ ചന്ദ്രകാലത്തോളം ഉദിച്ച് ഉയർന്ന് നിൽക്കട്ടെ. റിഗിൽ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ. ജോയിയേട്ടനും അതിന് സാധിക്കട്ടെ. ഇവിടെ വന്നതിന്, സംസാരിച്ചതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഇങ്ങനൊരു അവസരം തന്നതിന് റെങ്കുവിൻ്റെ ടീമിനോടും വളരെ സന്തോഷപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സംരംഭം ഒരു ചെറിയ പുള്ളിയല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ അത്യാവശ്യം പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞത് അവർ നല്ല പിള്ളേരാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനും കൂടുതൽ സമയം ചെലവഴിക്കാനും ഇറ്റ്സ് ലൈക്ക് മൈ ഫാമിലി. സോ താങ്ക് യു വെരി മച്ച്. വിൽ മീറ്റ് അഗൈൻ.